ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ RRBJയുടെ ഒഫീഷ്യലി വേക്കൻസിയുടെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനും എക്സാമും ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ RRBJ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2 ടയറായിട്ട് നടക്കുന്ന ഒരു എക്സാമാണ്. CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. ഇതിൽ CBT 1 നമുക്ക് നോൺ ടെക്നിക്കൽ കണ്ടൻറ്റും CBT 2 ടെക്നിക്കൽ കണ്ടൻറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പരീക്ഷയാണ്. അപ്പോൾ നമ്മൾ CBT 1 ക്വാളിഫൈ ആയാൽ മാത്രമേ CBT 2 അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ച് CBT 1 റിസൾട്ട് വന്നിട്ട് CBT 2 പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ വൈസ് ഡിസിഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രശ്നം വരുന്നത് നമുക്ക് അതിനുള്ള ഗ്യാപ്പ് കിട്ടത്തില്ല. CBT 1 CBT 2 ഇടയിലുള്ള ഗ്യാപ്പ് ലെസ് ദാൻ 1 മന്ത് ആയിരിക്കും. ഒരു മാസത്തിനുള്ളിൽ ടെക്നിക്കൽ സബ്ജക്ട്സ് ഫുള്ള് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് വരികയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അതുകൊണ്ട് തന്നെ CBT 1 പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇൻ പാരലൽ നമ്മൾ എന്തുകൂടെ പഠിക്കണം, CBT 2 ടെക്നിക്കൽ കണ്ടന്റ് കൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. നോൺ ടെക്നിക്കൽ കണ്ടന്റ് കുറച്ച് CBT 1 CBT 2 കോമൺ ആയിട്ട് കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. സോ CBT 2 ടെക്നിക്കൽ സബ്ജക്ട്സ് എങ്ങനെ ഡീൽ ചെയ്യണം, ടെക്നിക്കൽ സബ്ജക്ട്സിന് എത്ര വെയിറ്റേജ് ആണ് കഴിഞ്ഞ 2019 നടന്ന പരീക്ഷയ്ക്ക് ഉണ്ടായത് തുടങ്ങിയത് പറഞ്ഞു തരുന്ന വീഡിയോ ആണ്. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ആദ്യമായിട്ട് നമ്മുടെ CBT 1 കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്യുവർലി നോൺ ടെക്നിക്കലാണ്. അതിനകത്ത് ഏതൊക്കെ സബ്ജക്ട്സ് ആണ്, എന്തൊക്കെയാണ് സിലബസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. വീണ്ടും ഞാൻ അത് പറഞ്ഞ് സമയം കളയുന്നില്ല. മാത്രമല്ല നമുക്കിവിടെ ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്, CBT 2 ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ് CBT 1 എന്ന് പറയുന്നത്. ജസ്റ്റ് ക്വാളിഫയിങ് എക്സാം ആണ്, അത് ആലോചിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ മാർക്ക്, CBT 1 മാർക്സ് ഇറ്റ്സ് നോട്ട് ടേക്കൺ എനിവെയർ ഫോർ ദ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്. ഒരിടത്ത് നമ്മൾ ഇതിൻ്റെ മാർക്ക് എന്നൊരു ക്രൈറ്റീരിയ എടുക്കുന്നില്ല. വെദർ യു ആർ എബവ് ദ ക്വാളിഫയിങ് മാർക്ക്, അത് മാത്രമാണ് ഇവിടെ നമുക്ക് ഈ റിക്രൂട്ട്മെൻറ്റിലുടനീളം കൺസിഡർ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ. നിങ്ങൾക്ക് ക്വാളിഫയിങ് മാർക്കിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ യു വിൽ ബി എലിജിബിൾ ഫോർ അറ്റൻഡിങ് CBT 2. അതർവൈസ് നമുക്ക് എഴുതാൻ കഴിയത്തില്ല. ആ ഒരു ക്രൈറ്റീരിയ മാത്രമേ CBT 1 എക്സാമിന് സിഗ്നിഫിക്കൻസ് ആയിട്ട് RRBJ എക്സാമിനുള്ളൂ. പിന്നെ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, 2019 ക്വാളിഫയിങ് മാർക്സിൻ്റെ പെർസെൻറ്റേജ് CBT 1 അൺറിസർവ്ഡ് ആണെങ്കിൽ 40%, OBC ഓൾമോസ്റ്റ് 30%, SC 30% ആൻഡ് ST 25% ആയിരുന്നു പറഞ്ഞത്. ജസ്റ്റ് പെർസെൻറ്റേജ് വൈസിൽ പറഞ്ഞു എന്ന് മാത്രം. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് മാൻഡേറ്ററി ദാറ്റ് ഇത് തന്നെ നമുക്ക് ഇനി വരുന്ന ഇയറും ഉണ്ടാവണമെന്നില്ല. ബിക്കോസ് കോമ്പറ്റീഷൻ ലെവൽ കൂടിയിട്ടുണ്ട്, വേക്കൻസീസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും, ഓരോ സോണിനും ഓരോ കട്ട് ഓഫും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ CBT 1 കേസ്. ഇനി CBT 2 വരുമ്പോഴത്തേക്ക് നമുക്ക് ടെക്നിക്കൽ കണ്ടൻറ്റും ഉണ്ട്, നോൺ ടെക്നിക്കൽ കണ്ടൻറ്റും ഉണ്ട്. ഇവിടെ വെയിറ്റേജ് കൂടുതലുള്ള ആർക്കാണ്, നമ്മുടെ ടെക്നിക്കൽ കണ്ടൻറ്റാണ്. ടെക്നിക്കൽ കണ്ടൻറ്റിന് യു വിൽ ബി ഹാവിങ് മോർ വെയിറ്റേജ് കമ്പയർഡ് ടു നോൺ ടെക്നിക്കൽ കണ്ടൻറ്റ്. കാര്യം ടെക്നിക്കൽ കണ്ടൻറ്റ് നമുക്ക് 100 മാർക്കാണുള്ളത്. മൊത്തം 150 മാർക്കിൻ്റെ പരീക്ഷയിൽ 100 മാർക്കും നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്, ടെക്നിക്കൽ കണ്ടൻറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ കണ്ടൻറ്റിൽ ഡീപ്പായിട്ടുള്ള നോളജ് CBT 2 എക്സാമിൻ്റെ ഉടനീളം നമുക്ക് ആവശ്യമാണ്. ആൻഡ് CBT 2 എന്ന് പറഞ്ഞാൽ മിയർലി ഒരു ക്വാളിഫയിങ് എക്സാം അല്ല. ഇറ്റ് ഡിസൈഡ്സ് വെദർ യു വിൽ ഗെറ്റ് എ ജോബ് ഓർ നോട്ട്. നമുക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് CBT 2 മാർക്സ് ആണ്. ആൻഡ് CBT 2 മാർക്സ് ആണ് റിക്രൂട്ട്മെൻറ്റിൽ നമുക്ക് ക്രൂഷ്യൽ റോൾ ഉള്ളത്. അതായത് നമുക്ക് നമ്മുടെ ഫൈനലി നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കുമോ കൺഫേംഡ് കാൻഡിഡേറ്റിലായിരിക്കുമോ വരുന്ന എന്നൊക്കെ പറഞ്ഞു തരുന്ന മാർക്ക് ആര് തന്നെയായിരിക്കും, CBT 2 തന്നെയാണ്. സോ CBT 2 ആണ് നമുക്ക് മാർക്ക് വൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഒരു ചെറിയ 2019 അപേക്ഷിക്കുമ്പോൾ നമുക്ക് ഇനി നടക്കാൻ പോകുന്ന 2024 മേ ബി 24-25 നമുക്ക് CBT 2 നടക്കുന്ന ഏത് വർഷമെന്ന് പറയാൻ പറ്റത്തില്ല. സോ നടക്കുന്ന എക്സാമിൽ ഉണ്ടാവുന്ന ഒരു അഡീഷണൽ വ്യത്യാസം എന്ന് പറയുന്നത് ചിലപ്പം വെർച്വൽ കാൽക്കുലേറ്റേഴ്സ് CBT 2 പെർമിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം വെർച്വൽ കാൽക്കുലേറ്റേഴ്സ് പെർമിറ്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2019 എക്സാം അനാലിസിസ് ഒന്ന് കാണിക്കാം. അതായത് ഓരോ സബ്ജക്ട്സിൽ നിന്നും എത്ര മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചു എന്നുള്ളതൊന്ന് കാണിക്കാം. ആൻഡ് വാട്ട് ഓൾ ചേഞ്ചസ് വിൽ ബി ദെയർ ഇൻ ദ അപ്കമിങ് എക്സാം എന്നുള്ളത് നമുക്ക് അത് വെച്ചിട്ടൊന്ന് പ്രൊജക്റ്റ് ചെയ്തെടുക്കാം. ബിക്കോസ് കാൽക്കുലേറ്റേഴ്സ് നമുക്ക് പെർമിറ്റ് ആയി വരുന്നത് കൊണ്ട് ആ ഒരു ചെറിയ ചേഞ്ച് സബ്ജക്ട്സിൻ്റെ വെയിറ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. ലെറ്റ്സ് ലുക്ക്. ഓക്കെ, ഇനി നമ്മുടെ ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആര് തന്നെയാണ്, CBT 2 തന്നെയാണ്. ഇറ്റ് ഡിറ്റർമിൻസ് വെദർ വിൽ ഗെറ്റ് എ ജോബ് ഓർ നോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ളത് നമ്മുടെ 2019 സബ്ജക്റ്റിൽ നിന്ന് ഓരോ സബ്ജക്ട്സിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വീതം നമുക്ക് 2019 പല ഷിഫ്റ്റുകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓൺ ആവറേജ് ആണ് നമ്മൾ എല്ലാ സോണും ഒക്കെ എടുത്ത് ഓൺ ആവറേജ് നമുക്ക് എല്ലാ സോണും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് തന്നെയാണ്, പല ഷിഫ്റ്റുകളുണ്ട്. അപ്പോൾ ഷിഫ്റ്റുകളിൽ നമുക്ക് ഒരു വ്യത്യാസ പ്രകാരം നോക്കാം. ഓക്കെ,
സോ നമുക്ക് ആവറേജ് നമുക്ക് ഒരു ആഫ്റ്റർനൂൺ ഒക്കെ ആയിരുന്നു നമുക്ക് എക്സാം ഉണ്ടായിരുന്നത്. ആൻഡ് നമുക്ക് ടെക്നിക്കൽ കണ്ടന്റുള്ള CBT 2-ൽ ഓൺ ആവറേജ് നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആൻഡ് CPM PERT അഥവാ പ്രൊജക്ട് മാനേജ്മെന്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ദെൻ ഹൈവേ എഞ്ചിനീയറിംഗിന് there was 4 questions. ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്ന് അറൌണ്ട് 6 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ സബ്ജക്ട്സിൽ നിന്ന് മോസ് ആണ്. അപ്പോൾ നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട ആൾ ആരാണ്? മോസ് അഥവാ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. ഓക്കെ, ഇനി ബാക്കി സബ്ജക്ട്സ് നമ്മൾ നോക്കുവാണെങ്കിൽ റെയിൽവേ ഓൾമോസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് വന്നു. ജിയോ ടെക്നിക്കലിൽ 8 ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ അടുത്ത ആൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് പഠിക്കുന്ന സമയത്ത് GT ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ മോസ് കഴിഞ്ഞ സ്ലൈഡിൽ നിന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി GT ആണ്. ഇനി ഇറിഗേഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആണ് കേവലം ചോദിച്ചത്. എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗ് നിങ്ങളൊന്ന് നന്നായി ആദ്യം തന്നെ മാർക്ക് ചെയ്തോളൂ. 10 മാർക്കാണ് നമുക്ക് എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 2019 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ കോൺക്രീറ്റ് ടെക്നോളജിയിൽ നിന്ന് അഗെയിൻ 8 മാർക്സ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ RCCയിൽ നിന്ന് അറൌണ്ട് 7 മാർക്സ്. സോ RCC ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എല്ലാ എക്സാമിനും സ്റ്റീൽ സ്ട്രക്ചേഴ്സ് അധികം അങ്ങനെ ചോദിക്കാറില്ല. സോ ഇവിടെയും ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് വെറും 2 മാർക്കിനാണ് ചോദിച്ചത്. ഓക്കെ, ഇനി ബിൽഡിംഗ് മെറ്റീരിയൽസ് വീണ്ടും 8 മാർക്കുണ്ട്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വീണ്ടും നമുക്ക് വെയിറ്റേജ് കൂടുതലാണ്, 15. സോ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ ഏറ്റവും ആദ്യമായി ശ്രദ്ധിക്കേണ്ട ആൾ. ദെൻ ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷന് നമുക്ക് ഏകദേശം ഒറ്റ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സർവേയിങ് നിന്ന് 3 ക്വസ്റ്റ്യൻ. ദെൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് നിന്ന് 6 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സബ്ജക്ട്സിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് സബ്ജക്ട്സിനെ കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടിയപ്പോൾ നമ്മൾ കുറച്ച് സബ്ജക്ട്സിന് ഇവിടെ നോട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ടായി. അതിൽ വരുന്ന ആൾക്കാരെ ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. ഫസ്റ്റ് വൺ ഇസ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. ദെൻ കോൺക്രീറ്റ് ടെക്നോളജി, RCC. ഇങ്ങനെ നമുക്ക് 4 എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും എളുപ്പം പഠിക്കാൻ എൻവയറമെൻറ്റലാണ്, ബട്ട് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ദർ ഇസ് എ ലോട്ട് ഓഫ് ടൈം ഫോർ CBT 2 എക്സാം അല്ലേ. നമുക്ക് ഇപ്പോഴും വി ആർ നോട്ട് സർട്ടൺ വെൻ ദ എക്സാം വിൽ ബി കണ്ടക്റ്റഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമുള്ളത് കൊണ്ട് തന്നെ ഈ പഠിച്ചത് മറന്നു പോകാൻ ചാൻസസ് ഉണ്ട്. സോ റിപ്പീറ്റഡ്ലി റിവൈസ് ചെയ്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയും. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കി CT കോൺക്രീറ്റ് ടെക്നോളജി എടുത്താലും ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതും എല്ലാം തിയറിയാണ് വരാം. ബിൽഡിംഗ് മെറ്റീരിയൽസ് കുറച്ച് വെയിറ്റേജ് കൂടുതലാണ്. അപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസും എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗും ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം. നോട്ട് ബിക്കോസ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്, അത് വളരെ ഈസി ആയതുകൊണ്ടാണ് പഠിക്കാൻ പറയുന്നത്. ആൻഡ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പോയിന്റ്സ് ഓർത്ത് വെച്ച് പഠിക്കേണ്ട സബ്ജക്ട്സുമാണ്. അതുകൊണ്ട് അത് ഇപ്പോഴേ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇനഫ് ടൈം ഫോർ റിവിഷൻ. നിങ്ങൾക്ക് റിവിഷൻ അത്യാവശ്യം സമയം കിട്ടുകയും ആൻഡ് ദ മോർ യു റിവൈസ് ദ മോർ യു വിൽ റിമെമ്പർ അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര റിവൈസ് ചെയ്യുന്നു അത്രയും നമുക്ക് ഓർത്ത് വെക്കാനായിട്ട്. എന്നും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കത്തില്ല. സോ അങ്ങനെ എന്നും പഠിക്കേണ്ട വാല്യൂസ് എഴുതി വെച്ച് ഇനിയും തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാർ ഇനിയുള്ള ദിവസങ്ങളിൽ നിർബന്ധമായും പഠിക്കുകയും റിവൈസ് ചെയ്യേണ്ടതും 2 സബ്ജക്ട്സാണ് എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗും ബിൽഡിംഗ് മെറ്റീരിയൽസ്. ഇതിൽ എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഞാൻ ഇനി 2024 അല്ലെങ്കിൽ 2025 നടക്കുന്ന എക്സാമിൽ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ഐ ഡോണ്ട് ഗ്യാരണ്ടി. ബിക്കോസ് നമുക്കിവിടെ മോസൊക്കെ 7 ക്വസ്റ്റ്യൻ ചോദിച്ചു. പിന്നെ നമുക്ക് സ്ട്രക്ചറൽ അനാലിസിസ് 3 ഒക്കെ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ there were no calculators. നമുക്ക് 2019 നടന്ന പരീക്ഷയിൽ വെർച്വൽ കാൽക്കുലേറ്റേഴ്സിൻ്റെ സഹായം ഉണ്ടായിരുന്നില്ല. പക്ഷേ 2024 അല്ലെങ്കിൽ 2025 നടക്കാൻ പോകുന്ന എക്സാമിൽ there are chances that virtual calculators may be permitted. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സെനാരിയോയിൽ നമ്മൾ കുറച്ചും കൂടി പ്രോബ്ലമാറ്റിക് സബ്ജക്ട്സിന് വെയിറ്റേജ് കൊടുക്കേണ്ടിയിരിക്കും. പഠിക്കുന്ന സമയത്തും നമ്മൾ അവരെ ഒന്ന് പഠിച്ച് വെക്കേണ്ടതിരിക്കും. മെക്കാനിക്സ് സോളിഡ്സ് എന്തായാലും നമുക്ക് ഹൈ വെയിറ്റേജ് 2019 ഉണ്ടായിരുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇനി പഠിക്കുമ്പോഴും എന്ത് തന്നെ പഠിക്കണം, മെക്കാനിക്സ് സോളിഡ്സ് വെയിറ്റേജ് കൊടുത്ത് തന്നെ പഠിക്കണം. ആൻഡ് നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സ്റ്റേറ്റ് AE എക്സാം, SSC JE എക്സാം ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മോസിൻ്റെ വളരെ ചെറിയ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സിലബസാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞ സബ്ജക്ട്സിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ്, എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗ് രണ്ടും തിയറിയാണ്. പിന്നെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് കുറച്ച് തിയറി പ്ലസ് പ്രോബ്ലംസ് വരുന്നതാണ്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് കംപ്ലീറ്റ്ലി പ്രോബ്ലമാറ്റിക് ആണ്. കോൺക്രീറ്റ് ടെക്നോളജി കുറച്ച് തിയറിയാണ്. RCC കുറേ കോഡൽ പ്രൊവിഷൻസ് ആണ് പഠിക്കുക. അപ്പോൾ RCC ഒക്കെ ഇനി പഠിക്കുമ്പോഴത്തേക്ക് കോഡ് എടുത്ത് വെച്ച് കോഡൽ പ്രൊവിഷൻസ് നന്നായി മാർക്ക് ചെയ്ത് പഠിക്കേണ്ടി വരും. ഇനി ഇവരെ എങ്ങനെ സെലക്ട് ചെയ്യാം? ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സിനെ എന്നും പഠിക്കുക. എൻവയറമെൻറ്റൽ, മെക്കാനിക്സ് സോളിഡ്സ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ CT, RCC ഇവയെല്ലാം ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് കൂടുതൽ സമയം കൊടുത്ത് പഠിക്കേണ്ട ആൾക്കാരാണ്. ഇനി നിങ്ങൾക്ക് ചിലപ്പം മെക്കാനിക്സ് സോളിഡ്സ് ഒരുപാട് പഠിച്ചുകൊണ്ടിരുന്നു അല്ലെ, പോട്ടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് തിയറിയാണ് കംപ്ലീറ്റ്ലി ഒത്തിരി പഠിച്ചുകൊണ്ടിരിക്കുമ്പം
എന്താണ് യു വിൽ ഗെറ്റ് ബോർഡ്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ മോസിനെ കൂടെ ക്ലബ് ചെയ്ത് പഠിക്കാം. അതായത് നിങ്ങളുടെ പഠിപ്പൊന്ന് മടുക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും സബ്ജക്ട്സ് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു തിയറി സബ്ജക്റ്റ് ഇൻ പാരലൽ നമ്മൾ പഠിക്കേണ്ടത് ഒരു പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് ആയിരിക്കും. അപ്പം തിയറി സബ്ജക്റ്റും പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റും പാരലലി നമ്മൾ പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം തിയറി നമുക്ക് ഒട്ടും മടുക്കത്തുമില്ല, പ്രോബ്ലം ചെയ്ത് നമ്മളൊട്ടും മുഷിയത്തുമില്ല. സോ ഇൻ ബാലൻസ് അല്ലെങ്കിൽ ഇൻ ബോത്ത് നമുക്ക് ഇൻ ഹാൻഡ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ സബ്ജക്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ ഈ സബ്ജക്ട്സിനാണ് വെയിറ്റേജ് കൊടുക്കേണ്ടത്, ബട്ട് ഹൗ ടു ക്ലബ് ദാറ്റ് അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ആൻഡ് ചിലർക്ക് മെക്കാനിക്സ് സോളിഡ്സിലും ആർ സി സിയിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, തിയറി സബ്ജക്ട്സ് ആയിരിക്കും വീക്ക് ആയിട്ടുള്ളത്. അപ്പം അവരതിനനുസരിച്ച് കൊടുക്കേണ്ട ഡ്യൂറേഷൻ, അതായത് തിയറി സബ്ജക്ട്സ് പഠിക്കാൻ കൂടുതൽ ടൈം കൊടുക്കുക. പിന്നെ മെജോറിറ്റി ആൾക്കാർക്കും എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ജിയോടെക്കൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ആർ സി സി അതുപോലെ തന്നെ മോസൊക്കെ ആയിരിക്കും പഠിക്കാൻ ടൈം വേണ്ടത്. സോ അവരെന്ത് ചെയ്യുക, മെക്കാനിക്സ് സോളിഡ്സിനും ആർ സി സിക്കൊക്കെ കൂടുതൽ സമയം കൊടുക്കുക, തിയറിക്ക് കുറച്ച് സമയം കൊടുക്കുക. എന്നിരുന്നാലും ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കരുത്, മടുത്തു പോകും. സോ എന്ത് ചെയ്യുക, ക്ലബ് ചെയ്ത് പഠിക്കുക. സോ ദാറ്റ് യു ക്യാൻ മേക്ക് ലേണിംഗ് മോർ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ്, കുറേ ഇൻട്രസ്റ്റിംഗ് ആക്കി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ദിസ് വാസ് ദ 2019 എക്സാം. ആസ് എ ടോൾഡ് വെയിറ്റേജ് അനുസരിച്ച് ഗിവ് പ്രയോറിറ്റി ടു സബ്ജക്ട്സ് ബേസ്ഡ് ഓൺ വെയിറ്റേജ് അനുസരിച്ച് തന്നെ പ്രയോറിറ്റി കൊടുക്കാൻ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിയറിയും പ്രോബ്ലമാറ്റിക് സബ്ജക്ട്സും മിക്സപ്പ് ചെയ്ത് പഠിക്കുക. തിയറി പഠിച്ച് മടുക്കത്തില്ല, പ്രോബ്ലം ചെയ്തും മടുക്കത്തില്ല. ഓക്കെ, സോ യു ക്യാൻ ക്ലബ് ദീസ് ടു. ഓക്കെ, ദെൻ പ്രാക്ടീസ് ആൻഡ് റിവൈസ് റെഗുലർലി. നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ ആർ സി സി ഒക്കെ കോഡൽ പ്രൊവിഷൻ പഠിച്ചു, പക്ഷേ കോഡൽ പ്രൊവിഷൻ എങ്ങനെ ചോദിക്കുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക ആൻഡ് ക്വസ്റ്റ്യൻസ് റെഗുലർലി പ്രാക്ടീസ് ചെയ്യുക. ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ കൺസെപ്റ്റൊക്കെ വൺസ് നിങ്ങൾക്ക് സ്ട്രോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം, അതായത് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടി മാറ്റി വെക്കുക. മിനിമം ആണ് 2 മണിക്കൂർ, മാക്സിമം എത്ര ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് ഡിവോട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പഠിച്ച തിയറിയിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യാം എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ വന്നു കഴിഞ്ഞാൽ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് തേർഡ് തിങ് വിച്ച് ഐ ഹാവ് ടു ടെൽ. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ സബ്ജക്ട്സ് 2019 ടെക്നിക്കൽ സബ്ജക്ട്സിൻ്റെ വെയിറ്റേജും ആൻഡ് ഹൗ ടു ചൂസ് സബ്ജക്ട്സ് ആൻഡ് സബ്ജക്ട്സിനെ എങ്ങനെ മിക്സ് ചെയ്ത് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞ് എങ്ങനെ റിവൈസ് ചെയ്യണം. എപ്പോഴും വീക്ക്ലി 2 days റിവിഷന് വേണ്ടി വെക്കുക. മേ ബി സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ വെക്കുക. ഇനി വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സാറ്റർഡേ സൺഡേ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ട് വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബുക്സ് വായിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കണ്ടിട്ടാണെങ്കിൽ അങ്ങനെ നോട്ട്സ് എഴുതി വെക്കുക. ആ നോട്ട്സ് റിവൈസ് ചെയ്യാനായിട്ട് ബാക്കി ഡേയ്സിന് എടുക്കുക. ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ വർക്കിംഗ് ഷെഡ്യൂൾ ആൻഡ് ഓൺ. ഓരോ ഇൻഡിവിജ്വൽസും ഓരോ രീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ കസ്റ്റമൈസ് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വർക്കിംഗ് ഡേയ്സിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ വീക്കെൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷന് വേണ്ടി സമയം കണ്ടെത്തുക. ഇനി അതല്ല വീക്കെൻഡിലാണ് നിങ്ങൾ വീഡിയോസ് കണ്ടു തീർക്കുന്ന ആൾക്കാരെങ്കിൽ വീക്കെൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചതിന് ശേഷം ഓരോ ഡേയിലും ജോലിക്ക് പോകുന്ന യാത്രാ സമയത്ത് അതല്ലെങ്കിൽ ജോലിയുടെ ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങൾ വൈകിട്ട് വന്നിട്ടുള്ള സമയങ്ങളിലെല്ലാം റിവിഷനും പ്രാക്ടീസിനും വേണ്ടി നിങ്ങൾ ടൈം കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ RRB JEE CBT2 നമുക്ക് CBT1 ഒപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് 2 എക്സാമും ക്രാക്ക് ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നം നേടിയെടുക്കാം. സോ ഇതുപോലെയുള്ള കണ്ടന്റിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.